ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും. തൃശൂർ തേക്കിൻകാട് മൈതാനം ചുറ്റിയുള്ള റോഡ് ഷോയ്ക്ക് ശേഷം നടക്കുന്ന മഹിളാ സമ്മേളനത്തിൽ മോദി സംസാരിക്കും. തൃശൂർ പൂരത്തിന് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ചെരുപ്പിന് വിലക്ക്. 2 കേസുകൾ പരിഗണിച്ചാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ചത്. COA മാള മേഖലയ്ക്ക് പുതിയ അമരക്കാർ. PS സുബിധൻ പ്രസിഡന്റ്, CP പ്രദീപിനെ സെക്രട്ടറിയായും PS തുഷാറിനെ ട്രഷററായും മേഖലാ സമ്മേളനം തെരഞ്ഞെടുത്തു. നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും. ഉച്ചയോടെ കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി തുടർന്ന് തൃശൂരിലേക്ക് പോകും. തേക്കിൻകാട് മൈതാനം ചുറ്റിയുള്ള റോഡ് ഷോയ്ക്ക് ശേഷം നടക്കുന്ന മഹിളാ സമ്മേളനത്തിൽ മോദി സംസാരിക്കും. 2000-ഓളം പോലീസുകാരെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി നിയോഗിച്ചിരിക്കുന്നത്. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ നടക്കുന്ന മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സ്വരാജ് റൗണ്ടിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ പ്രവർത്തിക്കുന്നതിന് ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. ബാങ്കുകളിൽ ഇടപാടുകാരെ പ്രവേശിപ്പിക്കുന്നതിനും നിയന്ത്രണമുണ്ട്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വേദിയുടെ പരിസരം സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഷീറ്റ് വെച്ച് മറച്ചു. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വേദിയുടെയും പരിസരത്തെയും സുരക്ഷാ ചുമതല SPG ഏറ്റെടുത്തു. 2000-ഓളം പോലീസുകാരെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി നിയോഗിച്ചിരിക്കുന്നത്. തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ബുധനാഴ്ച രാവിലെ മുതൽ പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സ്വരാജ് റൗണ്ടിലും തേക്കിൻകാട് മൈതാനിയിലും സമീപ റോഡുകളിലും വാഹന പാർക്കിംഗ് അനുവദിക്കില്ലെന്നും ട്രാഫിക് വകുപ്പ് പോലീസ് അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ. തൃശൂരിലെത്തുന്ന നരേന്ദ്രമോദിക്ക് ആദരവർപ്പിച്ച് സംഘടിപ്പിച്ച മെഗാ തിരുവാതിര ശ്രദ്ധേയമായി. വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനടയിൽ 2000 അംഗമാരാണ് കൈമേയ് മറന്ന് ഒരേ താളത്തിൽ ചുവടുകൾ വെച്ചത്. ഗോകുലം ഗോപാലൻ മെഗാ തിരുവാതിര ഉദ്ഘാടനം ചെയ്തു. 2000-ഓളം മലയാളി അംഗമാർ വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ തിരുവാതിരക്കളിയുടെ ചുവടുകൾ തീർത്തപ്പോൾ മൈതാനം അക്ഷരാർത്ഥത്തിൽ ഉത്സവ നഗരിയായി. മഹിളാ മോർച്ചയുടെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി തൃശൂരിലെത്തുന്നത്. കൊമ്പുംകുടവ് എന്ന് തുടങ്ങുന്ന ഗണപതി സ്തുതിയോടെ ആരംഭിച്ച് രാമായണം സുപ്രസിദ്ധം എന്ന തിരുവാതിര പാട്ടോടെയാണ് 10 മിനിറ്റ് നീണ്ട മെഗാ തിരുവാതിര നടന്നത്. വൈകിട്ട് 5 മണിയോടെ ആരംഭിച്ച തിരുവാതിരക്കളിയുടെ ഉദ്ഘാടനം ഗോകുലം ഗോപാലൻ നിർവഹിച്ചു. ഇന്ന് വൈകിട്ട് നടക്കുന്ന 101 കലാകാരന്മാരുടെ മേളവിരുന്നിന് കിഴക്കൂട്ട് അനിയന്മാരാർ നേതൃത്വം നൽകും. നാളെ ഉച്ചയോടെയാണ് പ്രധാനമന്ത്രി തൃശൂരിലെത്തുക. മീഡിയ ടൈം, തൃശൂർ. തൃശൂർ പൂരത്തിന് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ചെരുപ്പിന് വിലക്ക്. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് സുപ്രധാന വിധി പുറപ്പെടുവിച്ചത്. 2 കേസുകൾ പരിഗണിച്ചാണ് ഹൈക്കോടതി സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇത് സംബന്ധിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡ് നൽകിയ വിശദീകരണം ഹൈക്കോടതി അംഗീകരിച്ചു. ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും വിധേയമായി വേണം ആരാധനയെന്നും ചെരുപ്പ് ധരിച്ചുള്ള ആളുകളുടെ വരവ് അനുവദിക്കരുതെന്നും ക്ഷേത്രത്തിലെ നിത്യപൂജകളും ചടങ്ങുകളും ഉത്സവങ്ങളും നടക്കുന്നുണ്ടെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉറപ്പുവരുത്തണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു. പൂരം ദിവസങ്ങളിൽ ബന്ധപ്പെട്ടവരെല്ലാം ഇത് അർഹിക്കുന്ന ഗൗരവത്തോടെ പാലിക്കണമെന്നും ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രൻ, G. ഗിരീഷ് എന്നിവരടങ്ങുന്ന ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു. പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾ മുഖ്യ സംഘാടകരായി 8 ഘടകക്ഷേത്രങ്ങളിൽ നിന്നുള്ള പൂരങ്ങളും എത്തി. പൂരം നടക്കുന്നത് വടക്കുന്നാഥ ക്ഷേത്രത്തിലാണ്. ഇലഞ്ഞിത്തറ മേളം നടക്കുന്നത് ക്ഷേത്ര മതിൽക്കെട്ടിനകത്താണ്. ലോക സിംഫണി വിശേഷണമുള്ള മേളം ആസ്വദിക്കാൻ ആയിരങ്ങളാണ് ക്ഷേത്രത്തിനകത്തും എത്തുക. കഴിഞ്ഞ വർഷത്തെ പൂരത്തിന് ആചാരവിരുദ്ധമായ സംഭവങ്ങൾ ഉണ്ടായെന്ന് ചൂണ്ടിക്കാണിച്ച് തൃശൂർ സ്വദേശി K. നാരായണൻകുട്ടി ഹർജി നൽകിയിരുന്നു. തെക്കേ ഗോപുരനടയിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ തള്ളിയെന്നും പ്ലാസ്റ്റിക് അടക്കമുള്ളവ മാലിന്യങ്ങൾ കിടക്കുന്നുവെന്നുമുള്ള മാധ്യമ വാർത്തയിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുകയും ചെയ്തിരുന്നു. ഈ 2 കേസുകൾ പരിഗണിച്ചാണ് ഹൈക്കോടതി സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇത് സംബന്ധിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡ് നൽകിയ വിശദീകരണം ഹൈക്കോടതി അംഗീകരിച്ചു. മീഡിയ ടൈം, തൃശൂർ. COA മാള മേഖലയ്ക്ക് പുതിയ അമരക്കാർ. PS സുബിധനാണ് പുതിയ പ്രസിഡന്റ്. CP പ്രദീപിനെ സെക്രട്ടറിയായും PS തുഷാറിനെ ട്രഷററായും ഇന്ന് നടന്ന മേഖലാ സമ്മേളനം തെരഞ്ഞെടുത്തു.
COA എന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ മാള COA മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയാണ് കോർപ്പറേറ്റുകളെ നിലംപരിശാക്കാനുള്ള കവചമെന്ന് തെളിയിച്ച സംഘടനയാണ് COA എന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ മാള COA മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു. കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തൊട്ട് താഴെ അവർ നമ്മളോടൊപ്പം വലിയ രീതിയിലുള്ള മത്സര സ്വഭാവത്തോടുകൂടി വരികയാണ്. അതോടൊപ്പം തന്നെയാണ് ഭീമൻ കോർപ്പറേറ്റ് കമ്പനികളായ ജിയോ ആയാലും അല്ലെങ്കിൽ എയർടെൽ ആയാലും അത്തരത്തിലുള്ള കമ്പനികളും വലിയ രീതിയിലുള്ള വളർച്ച രാജ്യത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ചെറുകിട അല്ലെങ്കിൽ ഒരു എല്ലാ സ്റ്റേറ്റിലും സാന്നിധ്യമില്ലെങ്കിൽ പോലും നമ്മുടെ സ്റ്റേറ്റിലൊക്കെ പ്രത്യേകിച്ച് നല്ല രീതിയിലുള്ള സാന്നിധ്യം ഉറപ്പാക്കിക്കൊണ്ടുള്ള ചെറിയ രീതിയിലുള്ള ISPകളൊക്കെ ഇവിടെ സാന്നിധ്യം ഉറപ്പാക്കുകയും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പല മേഖലയിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. പല സ്ഥലത്തും അതിനെ നല്ല രീതിയിൽ മറികടക്കാനും കേരള വിഷയമായിട്ടുള്ള കണക്ടിവിറ്റി ഉയർന്ന തോതിൽ നിലനിർത്താനും നമുക്ക് കഴിയുന്നുണ്ട്. കേബിൾ ഇന്റർനെറ്റ് സേവനദാതാക്കളിൽ കേരള വിഷൻ ഇന്ത്യയിലെ ഒന്നാം നിരയിലേക്ക് എത്തിയത് ഒറ്റക്കെട്ടായി നിന്നതിന്റെ ഉദാഹരണമാണ് COA എന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ ചൂണ്ടിക്കാട്ടി. മേഖലാ പ്രസിഡന്റ് MB രാജു അധ്യക്ഷനായി. PL ജോണി, PS സുബിതൻ, KA തോമസ്, P ആന്റണി എന്നിവർ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. KCCL MD PP സുരേഷ് കുമാർ, തൃശൂർ കേരള വിഷൻ ചെയർമാൻ PM നാസർ, COA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം മോഹനകൃഷ്ണൻ, PM സുമേഷ്, ജിജോ ജോസഫ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. PS സുബിതനാണ് പുതിയ പ്രസിഡന്റ്. CP പ്രദീപിനെ സെക്രട്ടറിയായും PS തുഷാറിനെ ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു. മീഡിയ ടൈം മാള. സംസ്ഥാനത്ത് ഇരട്ട നീതിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയെ കരിങ്കുടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. എന്നാൽ ഗവർണറെ കരിങ്കുടി കാണിച്ച SFIക്കാർക്കെതിരെ ദുർബല വകുപ്പുകൾ ചുമത്തിയെന്നും VD സതീശൻ കൊച്ചിയിൽ പറഞ്ഞു. എറണാകുളത്ത് മുഖ്യമന്ത്രിക്കെതിരായി കരിങ്കൊടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാണിച്ചു. തിരുവനന്തപുരത്ത് SFIക്കാർ ഗവർണർക്കെതിരായി കരിങ്കൊടി കാണിച്ചു. രണ്ടിൻ്റെ FIR ആണ് എൻ്റെ കയ്യിലുള്ളത്. 1/1/2024 ജനുവരി 1-ാം തീയതി എടുത്ത 2 FIR. രണ്ടുപേരും ചെയ്തത് ഒരേ കുറ്റം. പക്ഷെ യൂത്ത് കോൺഗ്രസ്കാർക്കെതിരായി ജാമ്യമില്ലാത്ത കേസ്, SFIക്കാർക്കെതിരായിട്ട് ജാമ്യമുള്ള കേസ്. പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച CPMന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെയും മറ്റു നേതാക്കന്മാരുടെയും നിർദ്ദേശപ്രകാരമാണ് ജാമ്യത്തിന് കച്ചീട്ട് മേടിച്ച കേസിൽ പിന്നീട് അത് ജാമ്യമില്ലാത്ത കേസാക്കി മാറ്റിയത്. അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെയും കിഴക്കൻ കാറ്റിന്റെയും സ്വാധീനത്തിൽ ജനുവരി 5 വരെ കേരളത്തിൽ മിതമായ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ജനുവരി 4-ന് എറണാകുളം ജില്ലയിലും 5-ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങൾ, ബോട്ട്, വെള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. കേരള, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും ലക്ഷദ്വീപ് പ്രദേശത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. ഇനി നാട്ടിൽ നടന്നത്. നരേന്ദ്രമോദി തൃശൂരിൽ വരുന്നതിനോടനുബന്ധിച്ച് BJP കൾച്ചറൽ സെല്ലിന്റെ നേതൃത്വത്തിൽ 101 പേരുടെ മേളം സംഘടിപ്പിച്ചു.
തൃശൂർ നടുവിലാൽ കുഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ കേളി എന്ന പേരിൽ നടത്തിയ മേളവിരുന്ന് BJP MP രാധാമോഹൻ അഗർവാൾ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, കൾച്ചറൽ സെൽ ഭാരവാഹികളായ MR രമേശൻ, വിജയൻ മേപ്പറത്ത്, ശ്രീകുമാർ ആമ്പല്ലൂർ, BJP നേതാക്കളായ PK കൃഷ്ണദാസ്, KK അനീഷ് കുമാർ, ചലച്ചിത്ര താരം ദേവൻ എന്നിവർ സംസാരിച്ചു. ട്രെയിനിനും പ്ലാറ്റ്ഫോമിനുമിടയിൽ കാൽ കുടുങ്ങി വിദ്യാർത്ഥികൾക്ക് പരിക്ക്. ആലുവ സ്വദേശികളായ ഫർഹാൻ, ഷമീം എന്നിവർക്കാണ് പരിക്കേറ്റത്. ട്രെയിനിന്റെ ചവിട്ടുപടിയിലിരുന്ന് കാൽ താഴേക്കിട്ട് യാത്ര ചെയ്യുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഒല്ലൂർ റെയിൽവേ സ്റ്റേഷൻ വെച്ചായിരുന്നു സംഭവം. കാലിന് സാരമായി പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സുഹൃത്തുക്കൾക്കൊപ്പം വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങുകയായിരുന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. വടക്കാഞ്ചേരിയിൽ ലോറിക്ക് പിറകിൽ പിക്കപ്പ് വാൻ ഇടിച്ച് അപകടം. പിക്കപ്പ് വാനിന്റെ ഡ്രൈവർക്ക് പരിക്കുപറ്റി. രാവിലെ 6:30 വടക്കാഞ്ചേരി ടൗണിലായിരുന്നു അപകടം. ഓട്ടുപാറ ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറി പൊടുന്നനെ ബ്രേക്ക് ചവിട്ടിയതോടെ പുറകിൽ വന്നിരുന്ന പിക്കപ്പ് വാൻ ലോറിക്ക് പിറകിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ പിക്കപ്പ് വാൻ ഡ്രൈവറെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് വാനിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു. മാള ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം 2023 സമാപന സമ്മേളനവും സമ്മാനദാനവും നടന്നു. മാള ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന സമാപന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെയും യുവജന ബോർഡിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൂടി പ്രവർത്തനത്തിക്കൊണ്ട് നമ്മളുടെ കുട്ടികളുടെ ആയാലും മറ്റുള്ളവരുടെ ആയാലും കലാകായിക സർഗാത്മകമായ കഴിവുകൾ തെളിയിക്കുന്നതിന് വേണ്ടി എല്ലാ വർഷവും നമ്മളിത് ആഘോഷിക്കുകയാണ്. നമുക്ക് ഇത്തിരി വൈകിപ്പോയി നേരത്തെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. നമ്മളുടെ ആ കലാപരമായ കഴിവുകളെ വളർത്തി ഇണക്കി കൊണ്ടുപോകാനായിട്ട് നമ്മൾ മുൻകാലങ്ങളിൽ പകുതി ആൾക്കാർക്ക് നമുക്ക് സ്റ്റേജിലൊന്നും കയറാൻ പറ്റാത്ത കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായത്. ഇതൊക്കെ നമുക്ക് ഇപ്പം അതിൻ്റെ ഇതുകൾ മാറ്റിയെടുത്തുകൊണ്ട് നമ്മളുടെ കഴിവുകളെ നമുക്ക് വളർത്തിയെടുത്തുകൊണ്ട് സമൂഹത്തിലേക്കും വിവിധ മേഖലകളിലേക്കും എത്തിക്കാനുള്ള ഒരു സമയമാണ് കേരളോത്സവം. ആ സമയം നമ്മളൊട്ടും കളയാതെ തന്നെ നമുക്കത് വിനിയോഗിച്ചുകൊണ്ട് നമ്മളുടെ സമൂഹത്തിലേക്ക് എത്തി നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ നബീസത്ത് ജലീൽ, ജയ ബിജു, ജിജു മാടമ്പിള്ളി, CDS വൈസ് ചെയർപേഴ്സൺ ജിഷ, CDS മെമ്പർ സുനിത, ഗിൽഷ ശിവജി, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. മേലടൂർ ഗവൺമെന്റ് സമിതി ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് കല്ലൂർ സെന്റ് ജോർജ് CUP സ്കൂളിൽ സമാപിച്ചു. സമാപന സമ്മേളനം പ്രസിദ്ധ കലാകാരൻ മുരളി ചാലക്കുടി ഉദ്ഘാടനം നിർവഹിച്ചു. കാടുകുറ്റി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മോഹിനി കുട്ടൻ അധ്യക്ഷത വഹിച്ചു. കാടുകുറ്റി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഹാഷിം സാബു, പ്രിൻസിപ്പൽ KS ലേഖ, പ്രോഗ്രാം ഓഫീസർ നൈന K ജോസ് എന്നിവർ സംസാരിച്ചു. അന്നം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വെള്ളാങ്കല്ലൂർ ആലപ്പാട്ട് സ്വീറ്റ് ഹൗസ് ഉടമ ജോൺസൺ ആലപ്പാട്ട് വെള്ളാങ്കല്ലൂരിലെ 200ഓളം വരുന്ന തൊഴിലാളികൾക്ക് കേക്കും ബ്രെഡും വിതരണം ചെയ്തു. വെള്ളാങ്കല്ലൂർ സെന്റ് ജോസഫ് ഇടവക വികാരി ഫാദർ ഷെറൻസ് ഇളന്തുരുത്തി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ജസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. ആൻഡോ കോലങ്കണ്ണി, ജെയ്സൺ പൊഴോലിപ്പറമ്പിൽ, ജോൺസൺ ആലപ്പാട്ട്, ബെന്നി കൂളിയാടൻ, ഫ്രാൻസിസ് കൂളിയാടൻ, ബാബു കൂളിയാടൻ, ജോർജ് തിദായി എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. മാള പള്ളിപ്പുറം ഹാപ്പി ബാലവേദി വാർഷികാഘോഷ സമ്മേളനം നടന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോജി ജോർജ് ഉദ്ഘാടനം ചെയ്തു. KC സുബ്രേട്ടന് മാത്രമേ കഴിയൂ. എൻ്റെ അറിവിൽ KC സുബ്രേട്ടനൊക്കെ ഇട്ട് വേറൊരാൾക്ക് ഇതുപോലൊരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിയുന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. കാരണം ഇതിൻ്റെ പിന്നാലെ എത്രയോ ദിവസങ്ങളുടെ ബുദ്ധിമുട്ട് ഈ കൊച്ചുകുട്ടികളെ ഒരുക്കാനും ഈ കൊച്ചുകുട്ടികളുടെ സംഘടിപ്പിക്കാനും അവരെ ഈ കലാപരിപാടികൾക്ക് ഒരുക്കാനും എൻ്റെ അറിവിൽ ഈ നമ്മുടെ അടുത്ത പ്രദേശത്ത് KC സുബ്രേട്ടന് മാത്രമേ കഴിയുള്ളൂ. ആദ്യമായി ഞാൻ അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. ഇന്ന് നമ്മുടെ പ്രദേശത്ത് നിന്ന് വളർന്നു വന്നിട്ടുള്ള ഒരുപാട് കുട്ടികൾക്ക് പ്രചോദനമായും അവരെ പ്രോത്സാഹിപ്പിച്ചും ഏതെങ്കിലും വേദിയിൽ 2 വാക്ക് പറയാൻ പ്രാപ്തനാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ പിന്നിലെല്ലാം
കെ.സി. സുബ്രേട്ടൻ്റെ ഒരു ശക്തമായ കരമുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രേഖ ഷാൻഡി ജോസഫ്, പഞ്ചായത്ത് അംഗങ്ങളായ സിബി ഫ്രാൻസിസ്, റഹ്മത്ത് ചൊവ്വര എന്നിവരും PV അരുൺ, ലിബിൻ പ്ലാക്കൽ, KV ബിബിനൻ എന്നിവർ സംസാരിച്ചു. ബാലവേദി ആദ്യകാല ഭാരവാഹികളായ KK സുരേഷ്, KM ചന്ദ്രൻ, KA രാജു, MK സുബ്രഹ്മണ്യൻ, PP ഷാജു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മാള സേവിയൂർ കൊമ്പത്തുകടവ് സെന്റ് ഫ്രാൻസിസ് സേവിയർ ദേവാലയത്തിൽ തിരുനാളിന് ജനുവരി 5-ന് കൊടിയേറുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 5-ന് കൊടിയേറ്റത്തെ തുടർന്ന് വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന, ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ എന്നിവ നടക്കും. 6-ന് വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ്, അമ്പ് പ്രദക്ഷിണം, സമാപനം, ശിങ്കാരിമേള എന്നിവയും നടക്കും. തിരുനാൾ ദിനമായ ജനുവരി 7-ന് തിരുനാൾ കുർബാന, സന്ദേശം, തിരുനാൾ പ്രദക്ഷിണം എന്നിങ്ങനെയാണ് പരിപാടികൾ. വികാരി ഫാദർ ഫെബിൻ കൊടിയൻ, കൈക്കാരന്മാരായ സ്റ്റാൻലി പാലമറ്റം, പൗലോസ് മേക്കാട്ടുപറമ്പിൽ, സ്നേഹു തെക്കേത്തല, പബ്ലിസിറ്റി കൺവീനർ ആൻഡ്രൂസ് കിഴക്കൂട്ട് എന്നിവർ പത്രസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. ആധുനിക യുഗത്തിൽ വിജ്ഞാനം നേടാൻ പല മാർഗങ്ങളുണ്ടെങ്കിലും പുസ്തകങ്ങൾ വായിച്ചു കിട്ടുന്ന അറിവുകൾ അവരുടെ മാനസിക വികാസത്തിനും കൂടി ഉപകാരപ്പെടുമെന്ന് E.T. ടൈസൺ MLA പറഞ്ഞു. കയ്പമംഗലം മണ്ഡലം അക്ഷര കൈരളിയുടെ ഭാഗമായ കലാമുറ്റം ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ MLA പ്രാദേശിക ഫണ്ട് ഉപയോഗിച്ച് മണ്ഡലത്തിലെ എല്ലാ UP ഹൈസ്കൂൾ ലൈബ്രറികൾക്കുള്ള പുസ്തക വിതരണത്തിന്റെ മണ്ഡലതല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. 3 ലക്ഷം രൂപയുടെ പുസ്തകങ്ങളാണ് വിതരണം ചെയ്യുന്നത്. അഴിക്കോട് ഇർഷാദ് മുസ്ലിം UP സ്കൂളിൽ നടന്ന പുസ്തക വിതരണത്തിൽ എറിയാട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സഹറാബി ഉമ്മർ അധ്യക്ഷത വഹിച്ചു. അഖില കേരള ശാസ്താംപാട്ട് കലാകാര സംഘത്തിന്റെ നേതൃത്വത്തിൽ ശാസ്താരം പ്രണമാമഹ്യം നടന്നു. കൊടുങ്ങല്ലൂർ ക്ഷേത്രം നവരാത്രി മണ്ഡപത്തിലാണ് പരിപാടികൾ നടന്നത്. രാവിലെ ചെണ്ടമേളത്തോടെ ആരംഭിച്ച പരിപാടി തിരുവഞ്ചിക്കുളം അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ ശാസ്താംപാട്ട്, അയ്യപ്പൻ ഭജന, ചിന്തുപാട്ട്, മത്സര മഹോത്സവം എന്നിവ നടന്നു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. OR സുരേഷ് അധ്യക്ഷനായി. ചെമ്മലിൽ നാരായണൻകുട്ടി, തന്ത്രി ശ്രീനിവാസൻ തന്ത്രി, നടുമുറി ബാബു തന്ത്രി, പ്രകാശൻ ശാന്തി എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. E. രമേശൻ സമ്മാനദാനം നിർവഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഭാരത സർക്കാർ സംഘടിപ്പിക്കുന്ന വികസിത ഭാരത സങ്കല്പ യാത്രയോടനുബന്ധിച്ച് പരിപാടി തൃശൂർ ജില്ലയിൽ നടന്നുവരികയാണ്. സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി, ജില്ലാ ലീഡ് ബാങ്ക്, നബാർഡ്, ICAR ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം, റബ്ബർ ബോർഡ് ഫാക്ട്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ആത്മ, ഭാരത് ഗ്യാസ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. പരിപാടിയിൽ കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ അവസരം ഒരുക്കിയിട്ടുണ്ട്. കാടുകുറ്റി പനമ്പിള്ളി സ്മൃതി മണ്ഡപത്തിൽ നടന്ന പരിപാടി DDG DFS MG ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബാങ്കിൽ ചോദിക്കുക. ഏത് പ്രോഗ്രാം ആയാലും അതിൻ്റെ എല്ലാം സബ്സിഡി ആയാലും എല്ലാം കിട്ടുന്നത് ബാങ്കിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും ബാങ്കിൽ ചോദിച്ചാലും നിങ്ങൾക്ക് അതിനെ പറ്റിയുള്ള സംശയ നിവാരണത്തിനുള്ള ഒരു സൗകര്യവുമുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമുക്ക് എന്താ പറയാനുള്ളത്. ബാക്കി പാട്ടിൻ്റെ അടുത്ത് അത് കേൾക്കാം. നന്ദി, നമസ്കാരം. ഇത്രയും വന്ന ആൾക്കാർക്ക് താങ്ക് യു. LDM മോഹനചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എറിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന KKTM GHSS കൊടുങ്ങല്ലൂർ NSS യൂണിറ്റ് ക്യാമ്പിൽ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി പാതയോരങ്ങളിൽ മാലിന്യങ്ങൾ നിറഞ്ഞ പ്രദേശത്തെ പൂങ്കാവനമാക്കി മാറ്റുന്ന പദ്ധതി നടപ്പിലാക്കി. പദ്ധതിയുടെ ഭാഗമായി ക്യാമ്പ് അംഗങ്ങൾ കൊടുങ്ങല്ലൂർ ബസ് സ്റ്റാൻഡിന്റെ പാതയോരത്ത് സ്നേഹരാമം തീർത്തു. മുനിസിപ്പൽ ചെയർപേഴ്സൺ TK ഗീത സ്നേഹാരാമത്തിൽ സമർപ്പണം നടത്തി. ക്യാമ്പിന്റെ ഭാഗമായി നടന്ന ഗ്രീൻ ക്യാൻവാസ് പ്രശസ്ത ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ജീവദ്യുതി പോൾ ബ്ലഡ് അപ്പ് ക്യാമ്പയിൻ MLA E.T. ടൈസൺ ഉദ്ഘാടനം ചെയ്തു.
മാലിന്യമുക്ത ഗ്രാമത്തിലേക്ക് നിർമ്മിച്ച ഹരിതോൽപ്പന്നങ്ങളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ നിർവഹിച്ചു. തലമുറയെ നശിപ്പിക്കുന്ന ലഹരിക്കെതിരെ കേരള ബാലവേദി ചാലക്കുടി നിയോജക മണ്ഡലം സമിതിയുടെ നേതൃത്വത്തിൽ മോചന ജ്വാല സംഘടിപ്പിച്ചു. നിയോജക മണ്ഡലം കൺവീനർ നിവേദ് P. രാജു അധ്യക്ഷത വഹിച്ചു. ബാലവേദി സംസ്ഥാന കോർഡിനേറ്റർ ഡെന്നിസ് K. ആന്റണി മോചന ജ്വാല തെളിയിച്ചു. ഹന്ന മനോജ്, എയ്തൽ ഡെന്നിസ്, ആൻഡ്രിയ അലൻ പൊടുത്താസ്, ഡാനിസ് പ്രിജോയ്, ഡാൽവിൻ P. മഞ്ഞാഞ്ഞ, മനോജ് നാൽപ്പാട്ട്, PB രാജു, ബാബു തോംബ്ര, സാബു തോമസ്, പോൾ T. കുര്യൻ, ബാബു തെക്കൻ, വിൽസൺ മഞ്ഞാങ്ങ, നിക്സൺ പൊടുത്താസ്, ശ്യാം ആത്രപ്പള്ളി, പ്രിംജോയ് മഞ്ഞാങ്ങ, റെജി അന്നനാട് എന്നിവർ സംസാരിച്ചു. ചാലക്കുടിയിലെ ഇടതുപക്ഷ നേതാവായിരുന്ന PM ശ്രീധരന്റെ നിര്യാണത്തിൽ സർവകക്ഷി അനുശോചന യോഗം നടത്തി. CPIM ജില്ലാ കമ്മിറ്റി അംഗം BD ദേവസി അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി MM വർഗീസ്, സനീഷ് കുമാർ ജോസഫ് MLA, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം UP ജോസഫ്, LDF ജില്ലാ കൺവീനർ KV അബ്ദുൾ ഖാദർ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം T. പ്രദീപ് കുമാർ, CPI ഏരിയ സെക്രട്ടറി KS അശോകൻ, CPI മണ്ഡലം സെക്രട്ടറി CV ജോഫി, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് VO പൈലപ്പൻ, ജോസ് J. പൈനാടത്ത്, ഷോജൻ D. വിധേയത്തിൽ, KP ജോണി, ഡെന്നിസ് K. ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും. തൃശൂർ തേക്കിൻകാട് മൈതാനം ചുറ്റിയുള്ള റോഡ് ഷോയ്ക്ക് ശേഷം നടക്കുന്ന മഹിളാ സമ്മേളനത്തിൽ മോദി സംസാരിക്കും. തൃശൂർ പൂരത്തിന് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ചെരുപ്പിന് വിലക്ക്. 2 കേസുകൾ പരിഗണിച്ചാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ചത്. COA മാള മേഖലയ്ക്ക് പുതിയ അമരക്കാർ. PS സുബിധൻ പ്രസിഡന്റ്, CP പ്രദീപിനെ സെക്രട്ടറിയായും PS തുഷാറിനെ ട്രഷററായും മേഖലാ സമ്മേളനം തെരഞ്ഞെടുത്തു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.